അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, ഈ ഗ്രൂപ്പിൽ സാധാരണ നമ്മൾ വോയിസ് വിടാറില്ല. ഗ്രൂപ്പിൻ്റെ നിയമങ്ങളൊക്കെ അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ചോദ്യത്തിനൊരു ചെറിയ മറുപടി പറയാം. മറുപടി പറയേണ്ടുന്ന ഒരു ചോദ്യമായതുകൊണ്ടും നമ്മുടെ വലിയ വലിയ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ തവ്വലല്ലാഹു അംറഹു, ഖമറുൽ ഉലമ തവ്വലല്ലാഹു അംറഹു പോലുള്ള വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും വലിയ ഔലിയാക്കൾ കൂടിയാണല്ലോ. അവരുടെയൊക്കെ ആശീർവാദത്തോടുകൂടെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ പ്രസിദ്ധനായ ഒരു സയ്യിദും പണ്ഡിതനുമായ ഹബീബ് ഉമർ തവ്വലല്ലാഹു അംറഹു തങ്ങളെക്കുറിച്ച് ഒരു ആരോപണം, സയ്യിദ് കൂടിയാണല്ലോ, ഒരാരോപണം വല്ലാതെ നടക്കുന്നത് കൊണ്ട് അത് നമ്മോട് കഴിയുന്ന രൂപത്തിൽ അവരുടെ ഒരു എളിയ ശിഷ്യനും ദാറുൽ മുസ്തഫയിൽ പഠിച്ച ഒരു വ്യക്തി എന്നൊക്കെയുള്ള നിലക്ക് ഒരു ബാധ്യത എന്ന് കരുതിക്കൊണ്ടാണ് രണ്ട് വാക്ക് പറയുന്നത്. എല്ലാവരും ക്ഷമിക്കുക, അപാകതയിൽ ഒന്ന് പോയിട്ടുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. നമുക്കൊക്കെ അറിയാം, ഞാൻ ആരെയും ഉപദേശിക്കണമെന്ന് ആവശ്യമില്ല, ഒക്കെ വലിയ വലിയ ഉസ്താദുമാരാണ്. എന്നാലും ഒരു തദ്ക്കീർ, നാം വ്യക്തികളെ വിലയിരുത്തേണ്ടത് ആരുടെയെങ്കിലും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടല്ല. കള്ള ത്വരീഖത്തുകാരുടെ ഒരു അടയാളമാണ് മഹാന്മാരെ ഗീബത്ത് പറയുക എന്നത്. സഭ്യതയില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് മഹാന്മാരെ ആക്ഷേപിക്കുക, പരിഹസിക്കുക എന്നതൊക്കെ അവരുടെ സ്വഭാവങ്ങളും അടയാളങ്ങളുമാണ്. അത് നാം കേൾക്കാൻ തന്നെ പോകാതിരിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. അത്തരം പ്രസംഗങ്ങളും വീഡിയോകളും നാമാണ് കേട്ട് അതിന് വിവേചനം ഉണ്ടാക്കി കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ. നാം അതിനെ കണ്ണടച്ച് കളയുക. അത്തരം പ്രസംഗങ്ങൾ വെച്ചുകൊണ്ടല്ല നാം ഒരാളെ വിലയിരുത്തേണ്ടത്. നാം അങ്ങേയറ്റം ആദരിക്കുന്ന പല ഉസ്താദുമാരെയും അവരിതുപോലെ ആക്ഷേപിച്ചത് കാണാം, സ്റ്റേജുകളിൽ പിച്ച് ചീന്തുന്നത് കാണാം. അത് കേട്ട് നാം നമ്മുടെ ഉസ്താദുമാരെയും നേതാക്കളെയും വിലയിരുത്താൻ പറ്റില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് ഹബീബ് ഉമർ തങ്ങളെക്കുറിച്ച് പറഞ്ഞതിനെയും നാം കാണേണ്ടത്. നാം ഒരാളെ വിലയിരുത്തേണ്ടത് അവരുടെ അഖീദ എന്താണെന്ന് വിലയിരുത്തിയാണ്. ഒരാളെ സുന്നിയും അസുന്നിയുമാക്കേണ്ടതും അങ്ങനെ ആവണം. മഹാനായ ഹബീബ് ഉമർ തങ്ങൾ, അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഷാഫിഈ മദ്ഹബുകാരനാണ്. അശ്അരി അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ്. അത് മഹാനവറുകളുടെ ക്ലാസ്സുകളിൽ നിന്നും കിതാബുകളിൽ നിന്നും വളരെ വ്യക്തമായി നമുക്കൊക്കെ മനസ്സിലാക്കാം. അവരുടെ യൂട്യൂബിൽ എന്നും അവരുടെ ക്ലാസ്സുകൾ വരാറുണ്ട്. അതിൽപ്പെട്ട ഈ അടുത്ത് കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഷറഹുൽ ഹബീബ് ഉമർ ബിൻ ഹഫീദ് ഹഫിളഹുല്ലാ ലി കിതാബി അഖീദത്തി അഹ്ലി സുന്നത്തി വൽ ജമാഅ ലിൽ ഇമാമി ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദി ബഅലവി റളിയല്ലാഹു തആല അൻഹു എന്ന ക്ലാസ്. ഇമാം ഹദ്ദാദ് തങ്ങളുടെ ആ അഖീദയുടെ കിതാബ് നാം പല പ്രാവശ്യം ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ്. അത് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഖീദയുടെ പരിഷ്കരിച്ച ഒരു മുഖ്തസറായ കോപ്പിയാണ് താനും. അത് ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ തങ്ങളും ബാലവി സാദാത്യങ്ങളും യമനിലുള്ള ഉലമാവും ഒക്കെ അഖീദയായി കൊണ്ടു നടക്കുന്ന, പ്രചരിപ്പിക്കുന്ന, ജനങ്ങളോട് പറയുന്ന ഒരു അഖീദയാണ് ഇമാം അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഇത് ചെറിയ കിതാബാണ്. മാത്രവുമല്ല, ഈ അടുത്ത കാലഘട്ടത്തിലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും കഴിഞ്ഞു പോയ വലിയ വലിയ അഹ്ലുബൈത്തിൽപ്പെട്ടവരും ഔലിയാക്കളിലും അഖ്താബുകളിലും പെട്ട വലിയ വലിയ പണ്ഡിതന്മാരാണ് ഹബീബ് ഉമർ തങ്ങളുടെ മശായിഖുമാർ, അവരുടെ ഷെയ്ഖുമാർ. അവരിൽ പ്രധാനികളാണ് ഒന്ന്, പരിശുദ്ധ ജന്നത്തുൽ മഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹ്മദുൽ മഷ്ഹൂറുൽ ഹദ്ദാദ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദ. മഹാനായ ഖമറുൽ ഉലമ തവ്വലല്ലാഹു അംറഹു ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖു കൂടിയാണ് ഈ അഹ്മദുൽ മഷ്ഹൂറുൽ ഹദ്ദാദ് തങ്ങൾ. മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കിതാബിൻ്റെ രചയിതാവ് കൂടിയാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ മഷ്ഹൂറുൽ ഹദ്ദാദ് തങ്ങൾ. ആ കിതാബ് തന്നെ അശ്അരി അഖീദ പ്രചരിപ്പിക്കുന്ന കിതാബാണ്. എന്നല്ല, മഹാനവറുകൾ സ്വന്തം നാവ് കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് 70,000-ൽ പരം ആളുകൾ
മഹാനവറുകൾ കാരണമായി ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും സ്വഹാബത്തിൻ്റെ കാലഘട്ടമല്ല, 1414 മറ്റോ ആണ് അവർ വഫാത്താവുന്നത്. ആ അഹമ്മദുൽ മഷ്ഹൂർ തങ്ങൾ ആണ് ഹബീബ് ഉമർ തങ്ങളുടെ ഒരു ഷെയ്ഖ്. ഞങ്ങളൊക്കെ ജിദ്ദയിലുള്ളപ്പോൾ അവർ ഹയാത്തിലുണ്ടായിരുന്നു, പക്ഷേ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെന്ന് മാത്രം. ഹബീബ് ഉമർ തങ്ങളുടെ രണ്ടാമത്തെ ഷെയ്ഖോ ബഹുമാനപ്പെട്ട അബൂബക്കറുൽ ഹബിഷി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അവരുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല. മനാക്കിബൊക്കെ വലിയ കിതാബുകളുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. മൂന്നാമത്തെ ഷെയ്ഖ് തൻ്റെ അമ്മോഷൻ കൂടിയായ അക്കാലത്തെ യമനിലെ ഷാഫി മുഫ്തിയും അന്നത്തെ ലോകത്തിലെ തന്നെ ഷാഫി ഫുഖഹാഇൻ്റെ നേതാവ് കൂടിയായിരുന്ന മുഹമ്മദുൽ ഹദ്ദാർ തങ്ങളാണ്. ഇവരുടെ മകളും ഉമർ തങ്ങളുടെ ഭാര്യയുമായ ബീവിയാണ് ദാറുൽ മുസ്തഫയുടെ സ്ത്രീകളുടെ വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൽ. മഹദി തുഹ്ഫ വരെ ഓതിയ വലിയ പണ്ഡിത കൂടിയാണ്. നാലാമത്തെ ഒരു പ്രധാന ഷെയ്ഖാണ് അൽ ഹബീബ് അബ്ദുൽ ഖാദർ സഖാഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തങ്ങൾ. ഇവരൊക്കെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ജിദ്ദയിലുണ്ടായിരുന്ന വലിയ ഔലിയാക്കളിൽപ്പെട്ട സയ്യിദായിരുന്നു അവർ. വലിയ ആലിമുമായിരുന്നു. ഒരുപാട് കറാമത്തുകളുടെ ഉടമ കൂടിയായിരുന്നു മഹാനവറുകൾ. ഞാൻ സുപ്രധാനികളായ 4 മശായിഖുമാരുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. അവരുടെ തന്നെ ഹബീബ് തങ്ങളുടെ തന്നെ സ്വന്തം പിതാവ് സാലിം ബിൻ ഹഫീദ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, അതുപോലെ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക് നവ്വറല്ലാഹു മർക്കദ തുടങ്ങി നിരവധി പേര് വേറെയുമുണ്ട്. ഇവരെല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അൽ മാലിക് തങ്ങളൊഴികെ എല്ലാവരും ഷാഫി മദ്ഹബുകാരും വലിയ ഫുഖഹാക്കളും വലിയ സയ്യിദന്മാരുമൊക്കെയാണ്. എന്നല്ല, ഹബീബ് ഉമർ തങ്ങളുടെ മശായിഖുന്മാരുടെ പരമ്പര മുഴുവനും, പരമ്പര നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പരമ്പര മുഴുവനും അഹ്ലുബൈത്തായ ഉലമാക്കളാണ്. എങ്ങനെ? അഹ്ലുബൈത്തായ ഉലമാ ആണ്. ചിലപ്പോൾ എന്താവും, നമ്മുടെ മശായിഖന്മാരുടെയൊക്കെ പരമ്പരയിൽ ആലിമാവും അവർ അഹ്ലുബൈത്തായി കൊള്ളണമെന്നില്ല. എന്നാൽ ഇതങ്ങനല്ല, ആലിമായ അഹ്ലുബൈത്താണ് ഇവരുടെ മശായിഖന്മാരൊക്കെ. അതുകൊണ്ട് തന്നെ ആ പരമ്പരയെക്കുറിച്ച് ഇവിടെയൊക്കെയുള്ള മഹാന്മാർ ഉലമാ പറയാർ അസ്സിൽസിലത്തു ദഹബിയ്യ എന്ന. ഇമാം അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു തആല അൻഹുവിലൂടെ അങ്ങനെ ആ സിൽസില നബിതങ്ങളിലേക്ക് ചെന്നെത്തുന്നത്. സിൽസില വേണമെങ്കിൽ ഞാൻ താഴെ പോസ്റ്റാം. ഇത്തരം മഹാന്മാരാണ് ഹബീബ് ഉമർ തങ്ങൾക്ക് ഇതിനും ബൈഅത്തും ഹിർഖയുമൊക്കെ നൽകിയത്. അപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? കറ കളഞ്ഞ അശ്അരി അഖീദ വിശ്വസിക്കുന്ന ഷാഫിഈ മദ്ഹബുകാരനാണ് ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ തങ്ങൾ. ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ തങ്ങൾ തന്നെ അവരുടെ നാവിലൂടെ തന്നെ ബൈഅത്ത് തരുന്ന സമയത്ത് ഈ സിൽസില തന്നെ പറയാറുണ്ട്. ഞാൻ പ്രചരിപ്പിക്കുന്ന ദീനേത്, ഞാൻ പറയുന്ന ദീനേത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ബൈഅത്ത് ഏത് എന്നൊക്കെ അവർ തന്നെ വ്യക്തമായി ഓരോ മഹാന്മാരെയും പറഞ്ഞിട്ടാണ് ബൈഅത്തൊക്കെ തരൽ. കൂടാതെ ഹബീബ് ഉമർ തങ്ങൾ ബാലവി തങ്ങന്മാരുടെ പരമ്പരയിലുള്ള ഒരു ഷായിബത്തും ഇല്ലാത്ത അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. മഹാനായ ആരായിരുന്നു? അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ ബൽഹാജ് ഫദ്ൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം. ദുർതു കസീറൻ മിനൽ ബുൽദാനി കമക്കത്തൽ മുഅല്ലമ വൽ മദീനത്തൽ മുശറഫ. ഞാൻ മക്ക, മദീന പോലുള്ള നിരവധി രാജ്യങ്ങൾ കറങ്ങിയ ആളാണ്. യമനിൽ പോയിട്ടുണ്ട്, അതുപോലെ മറ്റു പല സ്ഥലങ്ങളും. വനദർതു കസീറൻ മിനൽ ഹുജ്ജാജി മിമ്മൻ യഫിദ്ദു ഇലാ ബൈത്തില്ലാഹി അൽ ഹറാം മിൻ അത്റാഫിൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ മക്കയിലേക്ക് എത്തുന്ന ഹാജിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സഅൽതു ഗൈറ വാഹിദിൻ മിൻ ഇസ്തിഖാത്തി. അത്തരം ഞാൻ സന്ദർശിച്ച നാടുകളിലൊക്കെ പല മഹാന്മാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഫമാ ദക്കറൂലി വലാ വജദ്തു ഫിൽ അശ്റാഫി മിസ്ല ആലി ബഅലവി. ഇവരുടെ ഒക്കെ കൂട്ടത്തിൽ ബഅലവി സാദാത്യങ്ങളെപ്പോലെ മഹത്വമുള്ള, അവരെ പോലെ മഹാന്മാരായ സയ്യിദന്മാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഫിൽ തരീഖത്തിഹിം ഫിൽ ഇസ്തിഖാമത്തി വൽ ഇത്തിബാഇ ലിൽ കിതാബി വസുന്ന എന്ന് മഹാനവറുകൾ പറഞ്ഞ, അതുപോലെ പല പണ്ഡിതന്മാർ ബാസുദാൻ തങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് കാണാം. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ വലിയ പോരിശ പറഞ്ഞ ബഅലവി സാദാത്യങ്ങളിൽപ്പെട്ട സയ്യിദാണ് ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ തങ്ങൾ. മറ്റൊരു പ്രധാന കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ബഅലവി സാദാത്യങ്ങൾ ദഅവയാണ് അവരുടെ പ്രധാന ജീവിത ലക്ഷ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നതും അവരിലൂടെയാണ്. അത് ഇന്തോനേഷ്യ ആവട്ടെ,
ഇന്തോനേഷ്യയിലെ ഔലിയാവുത്തിസ ഒക്കെ പഠിക്കേണ്ടുന്ന മഹാന്മാരെ 9 ആളുകളും യമനിൽ നിന്ന് പോയ ഔലിയാക്കൾ, അവരിലൂടെയാണ് അവിടെ ഇസ്ലാം പ്രചരിക്കുന്നത്. ഇന്ത്യയിലാവട്ടെ ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും പരിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് ബഹാലവി സാദാത്യങ്ങൾ. ബഹുമാനപ്പെട്ട മമ്പുറന്നങ്ങൾ നവ്വറല്ലാഹു മർക്കദൊക്കെ അവർ പെട്ടവരാണല്ലോ. അവരുടെ ആദ്യത്തെ ഷെയ്ഖായ അൽ ഉസ്താദുൽ ആദം അൽ ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹുവിൻ്റെ കാലം മുതൽക്ക് ബഹാലവി സാദാത്യങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഒരു നിലപാട് വസതിയ്യത്താണ്. അഥവാ പ്രതിയോഗികളെ മുഴുവനും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവരൊക്കെ പരിഹസിച്ച് തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള, അവരെയൊക്കെ നരകാവകാശികളാക്കിക്കൊണ്ടുള്ള, അല്ലെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയല്ല അവർ സ്വീകരിക്കാറ്. അവരുടെ ശൈലി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി സയ്യിദുന മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞില്ലേ, ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗ, അള്ളാഹ് തന്നെ സർട്ടിഫൈ ചെയ്യാണ് ഇന്നഹു തഗ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. അവർ കുഫാറാണ്, താഗിയത്താണ്, എന്നാൽ നിങ്ങളവരോട് ഇടപഴകേണ്ടത് എങ്ങനെയാണ്? ഖൗലൻ ലയ്യിന. എന്താ അതിൻ്റെ കാരണം? അള്ളാഹു ഇത് നമ്മയൊക്കെ പഠിപ്പിക്കാനാണ്, ഖിയാമത്ത് നാൾ വരേക്കുമുള്ളവരെ പഠിപ്പിക്കാനാണ്. ലഅല്ലഹു യതദക്കറു യഖ്ഷ. ഖുർആനിലെ ലഅല്ലൻ്റെ അർത്ഥമൊന്നും ഞാൻ പറയണ്ടല്ലോ. അങ്ങനെയാവുമ്പോൾ അതിന് ഫലം കാണും. ആ ഒരു ലുതുഫിൻ്റെയും ലീനിൻ്റെയും ശൈലി സ്വീകരിക്കുമ്പോൾ അതിന് ഫലം ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹി ഇസ്ലാമും സയ്യിദുന ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും പറയുന്നുണ്ട് അള്ളാഹിനോട്, റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗ. അവരാ പേടി പറഞ്ഞതാ. അപ്പം എന്താ അല്ലാഹ് പറഞ്ഞത്? ലാ തഖാഫ ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. അല്ലേ? മാഷാ അല്ലാഹ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ, അള്ളാഹുവിൻ്റെ തിരുനോട്ടം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ. അപ്പം അത് ഇവരുടെ ഒരു ദഅവാ ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ദഅവാ രംഗത്ത് ഇത്ര ഇപ്പോഴും ഹബീബ് ഉമർ തങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, കേരളത്തിലേക്ക് വരുമ്പോഴേ അത് കുറവുള്ളൂ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഓരോ ദിവസവും ഡസൻ കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ ശൈലിയും ആ പുഞ്ചിരിയും ആ ഇടപെടലും ആ പെരുമാറ്റവും കാരണം നമുക്ക് ആദരിക്കുന്ന പരിശുദ്ധ മർക്കസിന് തറക്കല്ലിട്ട അസയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി നവ്വറല്ലാഹു മർക്കദ് ഈ കാലഘട്ടത്തിൽ വലിയ മഹാനായിരുന്നല്ലോ. തൻ്റെ അൽ മഫാഹിമു മഫാഹിമു നജിബു അന്തു സഹിഹ, അതുപോലെ അസിയാറത്തു നബവിയ പോലുള്ള കിതാബുകളിലൊക്കെ പരിശോധിച്ചാൽ അതിലൊക്കെ എമ്പാടും നമുക്ക് കാണാൻ കഴിയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ എന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാമി എന്നുണ്ടാവും, റഹ്മത്തുള്ളാഹി അലൈഹി എന്നുണ്ടാവും, അഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്നും ഉണ്ടാവും. ഇത് നിങ്ങൾക്കൊക്കെ എപ്പോഴും കാണാം. പല പ്രാവശ്യം 100 കണക്കിന് പതിപ്പ് അത് ഇറങ്ങിയിട്ടുണ്ട്. പല ക്ലാസ്സുകളിലും മഹാനവറുകൾ തെബിലീഗുകാരും പിയച്ചവരുമായി വിലയിരുത്തുന്ന ഇന്ത്യൻ പണ്ഡിതന്മാരെ മാലിക്കി തങ്ങൾ മദ്ഹ് ചെയ്യുന്നതും അവരുടെ കിതാബുകളെ ആദരപൂർവ്വം ഉദ്ധരിക്കുന്നതും ഈ എളിയവൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാലിക്കി തങ്ങളുടെ കിതാബുകൾ നമ്മെക്കാൾ ഉപരി വായിച്ചതും ഉപയോഗപ്പെടുത്തിയതുമൊക്കെ ബിദഈകളാണ്. അതൊരു ഹിക്മത്താണ്. ഉദ്ഉ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മത്ത് എന്ന് പറഞ്ഞ ഒരു ഹിക്മത്ത് അവർ ഉപയോഗിച്ചതാണ്. അതേ ഒരു ശൈലിയാണ് ഹബീബ് ഉമർ തങ്ങളും ഹബീബ് അലി ജിഫ്രി തങ്ങളും ഒക്കെ സ്വീകരിച്ചത്. നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചും ചേർത്ത് നിർത്തിയും ശത്രുക്കളെയും മിത്രമാക്കി ദഅവ നടത്തുക, അവരിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, ഹബീബ് ഉമർ തങ്ങളുടെ ഒരു പ്രഭാഷണം വരുമ്പോഴേക്ക് 10,000-ങ്ങളാണ് അത് കാണുന്നത്. അത് അവരുടെ ആ ശൈലിയും അവരുടെ ആ ഒരു വസതിയ്യത്തുമാണ്. മാത്രമല്ല 10,000-ങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരുന്നുമുണ്ട്. മറ്റൊരു വിഷയം കൂടെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, തബ്ലീഗിനെ ഇന്ത്യക്ക് പുറത്ത് പലരും മനസ്സിലാക്കിയത് ഒരു ദഅവ സംഘമായിട്ടാണ്. ഈ എളിയവൻ ദാറുൽ മുസ്തഫയിൽ പഠിച്ചിട്ടുണ്ട്. ഈ എളിയവൻ കാരണമായി നിരവധി പേർക്ക് അവിടെ പഠിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടം വരെ 100 കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവിടെയുള്ള തബ്ലീഗുകാർ അഥവാ തെറീമിലുള്ള തബ്ലീഗുകാരെന്ന് പറഞ്ഞാൽ മൗലിദും സ്വലാത്തും ദിക്റുകളും സിയാറത്തുകളും നടത്തുന്ന തബ്ലീഗുകാരാണ്. മഹാനായ ഹബീബ് ഉമർ തങ്ങളുടെ ഖുലാസയും അവിടുത്തെ മൗലിദായ അള്ളിയാ ഉല്ലാമയും കീഴ്ശയിലില്ലാത്ത തബ്ലീഗുകാരുണ്ടാവുകയില്ല. നമുക്ക് തന്നെ കണ്ട അത്ഭുതം തോന്നും.
അവിടുത്തെ ദാറുൽ മുസ്തഫയിലെ ക്ലാസ്സിൽ അവർ പങ്കെടുക്കും. തെറീമിലെ പ്രസിദ്ധ മക്ബറയായ അസംബൽ സിയാറത്ത് ചെയ്യാത്ത തബ്ലീഗുകാർ ഉണ്ടാവുകയില്ല തന്നെ. ദായിഷ് പോലുള്ള ഭീകര സംഘങ്ങൾക്കെതിരെ അവരെല്ലാവരും ഹബീബ് ഉമർ തങ്ങൾക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരുമാണ്. ആ ഒരു സാഹചര്യത്തിലും ആ ഒരു നിലപാടുള്ള തബ്ലീഗുകാരെയുമാണ് ഹബീബ് ഉമർ തങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ. ആ ബാഹ്യമായ തബ്ലീഗിസത്തെയാണ് അവിടുന്ന് പുകഴ്ത്തിയിട്ടുണ്ടാവുക. അല്ലാതെ നമ്മെപ്പോലെ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടോ അവരുടെ അപാകതകൾ പഠിച്ചുകൊണ്ടോ അല്ല. അവർ നേരിട്ട് കണ്ട ആരുണ്ടാവുമല്ലോ. ഒരു വ്യക്തിയെ നാം നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന കുറേ സത്യങ്ങളുണ്ടാവും. അത് വെച്ച് വിലയിരുത്തി പറഞ്ഞതായി ആവണം അത്. മസ്ജിദുൽ ഹറാമിലെ പ്രധാന ഇമാമായ സുദൈസി തങ്ങളെ നമ്മുടെ നേതാക്കൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. സലാം പറയുകയും കൈപിടിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നേതാക്കൾ സുന്നി അല്ലാതാവുമോ? അതിനൊരു സാഹചര്യവും പശ്ചാത്തലമൊക്കെ ഉണ്ടാവും. മഹാനായ നാം ആദരിക്കുന്നവരിൽ വളരെ പ്രധാനിയായ റഈസുൽ ഉലമ തവ്വലല്ലാഹു അംറഹു ബിസ്സിഹത്തി വല്ലഹി അല്ലാഹു തആല വലിയ ബറക്കത്തുള്ള ജീവിതം ഇനിയും ഒരുപാട് കാലം നൽകട്ടെ. അവരൊക്കെ തബ്ലീഗിൻ്റെ കോളേജിൽ പഠിച്ചവരെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നാം എല്ലാവരും അങ്ങേറ്റം ആദരിക്കുന്ന നമ്മുടെയൊക്കെ സുന്നിസത്തിനുള്ള മർജിഉ കൂടിയ ബഹുമാനപ്പെട്ട മുഹീ സുന്ന പൊന്മള ഉസ്താദ് തവ്വലല്ലാഹു അംറഹു ബിൽ ആഫിയത്തി വസ്സിഹ, അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, അതുപോലെ പിന്നെ ജിഫ്രി തങ്ങൾ തവ്വലല്ലാഹു അംറഹു, പലരും അവരുടെ സ്ഥാപനത്തിലാണ് പഠിച്ചത് അല്ലേ? അവരൊക്കെ ആ ഉസ്താദുമാരെ ആദരിച്ചിട്ടുണ്ടാകും, അവരുമായി നല്ല രീതിയിൽ വർത്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വല്ല കുഴപ്പവും നമ്മുടെ ഉസ്താദുമാർക്കുണ്ടോ? ഇല്ല. അവരൊക്കെ കറക്കളഞ്ഞ സുന്നീസം, നമ്മൾ അവരെയാണ് സുന്നീസത്തിന് മാതൃകയാക്കുന്നതും അവലംബമാക്കുന്നതും. അവരവിടെ പഠിച്ചു എന്നല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാരെ ആദരിച്ചു എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നാം അങ്ങനെയല്ലല്ലോ നമ്മുടെ ഉസ്താദുമാരെ വിലയിരുത്തേണ്ടത്. നമ്മുടെ ഉസ്താദുമാരെ നമ്മൾ നേരിട്ട് അനുഭവിച്ചാണ് അവരുടെ അഖീദ് നമുക്ക് മനസ്സിലാകുന്നതുമാണ്. ഇത്തരം വലിയ വലിയ ഉഖ്റവിയായ ഉലമാക്കളും ഔലിയാക്കളുമായ നമ്മുടെ നേതാക്കളാണ് ഹബീബ് ഉമർ തങ്ങളെപ്പോലുള്ളവരെ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന് തരുന്നതും അവരുടെ ക്ലാസ് നമുക്ക് കേൾപ്പിച്ചു തരുന്നതും അവരെ കൂടെ ഇരിക്കാൻ സുഹബ പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു തരുന്നതും ഇവരൊക്കെയാണ്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ തെളിവാണ്. അവർക്കൊന്നും ഒരിക്കലും എന്ത് പറ്റൂല, അത്തരം തെറ്റുകൾ പറ്റുകയില്ല. അവസാനമായി നാം മനസ്സിലാക്കേണ്ടതൊന്നുകൂടി, ആരും മഅസൂമുകളായി ഇന്നില്ല എന്ന. മഅസൂമ് അത് അമ്പിയാക്കൾ മാത്രം, അങ്ങനത്തെ ആരും ഇന്നില്ല. തെറ്റുകളും പോരായ്മകളൊക്കെ ആരിലും വന്നേക്കാം. നമ്മുടെ നാട്ടിലെ സാഹചര്യമല്ല പുറത്തു പോയാലുള്ളത്. മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് ചിലപ്പോൾ മുബ്തദികളുമായി ഫാസിക്കുകളുമായി കാഫിര്യങ്ങളുമായി ഒക്കെ ഇടപഴകുകയും അവരെ ആദരിച്ച് സംസാരിക്കേണ്ടി വരികയും അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അത് സാഹചര്യങ്ങളാണ്. അതിനെ നാം ആ രൂപത്തിലാണ് കാണേണ്ടത്. അതെല്ലാം അതിനൊക്കെ വീഡിയോ എടുത്തു കൊണ്ടുവന്ന് അതൊക്കെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനുമുള്ള കാരണങ്ങളായി നാം കാണരുത്. അങ്ങനെ ചെയ്യുന്നവരെ നാം വിശ്വസിക്കരുത്. അത് നാം കേൾക്കാൻ പോവുകയും ചെയ്യരുത്. ബഹുമാനപ്പെട്ട ഇബ്നു തൈമിയ, അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയല്ലോ കേട്ടോ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ദുററുൽ കാമിനയിൽ ഇബ്നു തൈമിയയെ പുകഴ്ത്തിയത് കാണാം അല്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു നമ്മൾ അംഗീകരിക്കാതിരിക്കുമോ? അതിനൊക്കെ ഒരു മാനയും അതിനൊക്കെ ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊക്കെ തെവീലാത്തുകൾ ഉണ്ടാവും. അങ്ങനെയാണ് നാം ഇതിനൊക്കെ വിലയിരുത്തേണ്ടത്. അപ്പോൾ നാം ആരെങ്കിലും പറയുന്നത് കേട്ട് ബഹുമാനപ്പെട്ട സയ്യിദായ ഹബീബ് ഉമർ തങ്ങളെപ്പോലുള്ള മഹാന്മാരെ നാം തെറ്റായി മനസ്സിലാക്കുകയോ മോശം ചിന്ത നമ്മുടെ മനസ്സിൽ വരികയോ ചെയ്യരുത്. അത് നമ്മുടെ ഈമാനിന് കോട്ടം തട്ടിയേക്കാം. ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ടല്ലോ. അത് ഈ പ്രാവശ്യം വന്ന സമയത്തും അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾക്ക് അവരെ ബൈഅത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു, പല ദിക്റുകളും സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു. അതൊക്കെ വലിയ മാറ്റങ്ങൾ അവർക്ക് അപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അൽഹംദുലില്ലാ. അപ്പം അത്തരം സയ്യിദന്മാരെയും ആലിമീങ്ങളെയും എല്ലാ വിഭാഗത്തെയും നമ്മൾ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. എന്തെങ്കിലും കേൾക്കുന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോവാതെ നാം അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുറ്റം പറയുകയോ പരിഹസിക്കുകയോ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് അഹ്ലുബൈത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സബാത്ത് നൽകട്ടെ.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് നമ്മുടെ ഉസ്താദുമാരെയും സയ്യിദന്മാരെയും ഉമറാക്കളെയും ഒക്കെ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക്, മശായിഖന്മാർക്ക്, നമ്മുടെ സുമലാഇന് എല്ലാം അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ ഗ്രൂപ്പിലുള്ളവർക്കും ഇതിൻ്റെ അഡ്മിൻസിനുമൊക്കെ അല്ലാഹു തആല പ്രത്യേകം ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ ഈ വോയിസിന് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ PM വന്ന് ചോദിക്കുക. ഈ ഗ്രൂപ്പിൽ ആ ചർച്ച വേണ്ട എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.